പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 5-ാം മാസത്തിൻ്റെ 14-ാമത്തെ പ്രഭാത വന്ദനം കൂടി അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ പ്രഭാതവും ഈ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവദാസിമാർക്കും വാത്സല്യ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടി ഈ പ്രഭാതവും വചന സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 6-ാം സങ്കീർത്തനക്കാരൻ പാടുന്നു, നീതികേട് പ്രവർത്തിക്കുന്ന ഏവരുമേ എന്നെ വിട്ടു പോകുവിൻ, യഹോവ എൻ്റെ കരച്ചിലിൻ്റെ ശബ്ദം കേട്ടിരിക്കുന്നു. കരഞ്ഞുകൊണ്ട് ഈ ലോകത്തിലേക്ക് വരുന്ന മനുഷ്യന് ജീവിതത്തിൽ ഏറിയ പങ്കും കരച്ചിലിൻ്റെയും കണ്ണുനീരിൻ്റെയും അനുഭവങ്ങൾ തന്നെയാണ് നേരിടേണ്ടി വരുന്നത്. ഇയ്യോബ് പറയുന്നു, സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ അല്പായുസുള്ളവനും കാലസമ്പൂർണനും ആകുന്നു എന്ന്. തീപ്പൊരി ഉയരെ പറക്കും പോലെ മനുഷ്യൻ കഷ്ടതയ്ക്കായി ജനിച്ചിരിക്കുന്നു എന്നും പറയുന്നു. ഒരുവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സുഖങ്ങളെക്കാൾ എത്രയോ മടങ്ങാണ് താൻ അനുഭവിക്കുന്ന ദുഃഖങ്ങളും പ്രയാസങ്ങളും കണ്ണുനീരും. നമുക്ക് ചുറ്റും കരച്ചിലിൻ്റെയും നിലവിളിയുടെയും എത്രയെത്ര ശബ്ദങ്ങളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. വാവിട്ട് നിലവിളിക്കുക, അലറിക്കരയുക, വിങ്ങിക്കരയുക, ഏങ്ങലടിച്ച് കരയുക, ഞരങ്ങുക, ഹൃദയം പൊട്ടി നിലവിളിക്കുക എന്ന് തുടങ്ങി എത്രയെത്ര വിധത്തിലാണ് കരച്ചിലിൻ്റെ തീവ്രത അനുസരിച്ച് മനുഷ്യർ കരച്ചിലിനെ തരംതിരിച്ചിരിക്കുന്നത്. ഈ ലോകം വിടുന്നത് വരെ കരച്ചിലിൻ്റെ പാതയിൽ കൂടെ കടന്നു പോകേണ്ടതാണ് മനുഷ്യൻ. ഈ ജീവിത പാതയെ നോക്കി ഭക്തൻ പറയുന്നത് കണ്ണുനീർ താഴ്വരയിൽ കൂടെയുള്ള കടന്നുപോക്ക് എന്നാണ് പറയുന്നത്. കണ്ണുനീർ താഴ്വരയിൽ കൂടി കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു. കുട്ടികളാണ് കരച്ചിലിന് മുന്നിൽ നിൽക്കുന്നത്. 2-ാം സ്ഥാനം സ്ത്രീകൾക്കാണ്. തങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് അവർ അവരുടെ ഉദ്ദേശങ്ങളോ ആഗ്രഹങ്ങളോ നേടിയെടുക്കുന്നതിനും മറ്റുള്ളവരുടെ ശ്രദ്ധ തങ്ങളിലേക്ക് തിരിച്ച് അവരെ കൊണ്ട് കാര്യം സാധിപ്പിക്കുന്നതിനുമായിട്ടാണ് ഈ കൂട്ടർ കരയുന്നത് എന്നാണ് മനഃശാസ്ത്രം പറയുന്നത്. ഒരുപക്ഷെ ഒരു പരിധിവരെ അത് ശരിയുമായിരിക്കാം. എന്നാൽ ഇന്നത്തെ അനവധി പേരുടെ കരച്ചിലിലേക്ക് വല്ല മറുപടിയും ഉണ്ടാകുന്നുണ്ടോ? ആരും ശ്രദ്ധിക്കാതെയും ആരും സഹായിക്കാതെയും പോകുന്നത് നിമിത്തം ഈ കൂട്ടരുടെ കരച്ചിലിൻ്റെയും വിലാപത്തിൻ്റെയും ആരവങ്ങൾ കൂടിയല്ലേ വരുന്നത്. നമ്മുടെ കരച്ചിലിൻ്റെ ഉദ്ദേശം എന്തെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകണമെന്നില്ല. അഥവാ മനസ്സിലാക്കിയാലും മറ്റുള്ളവർക്ക് അത് വിഷയമായി തോന്നുകയോ അല്ലെങ്കിൽ അവർ മനസാക്ഷി ഇല്ലാത്തവരായി നമ്മെ സഹായിക്കാതെ ഇരിക്കുകയും ചെയ്തേക്കാം. ചിലരുടെയും സാഹചര്യങ്ങളും നിസ്സഹായതയും നിമിത്തം നമ്മെ ആശ്വസിപ്പിക്കുവാനും അവർക്ക് കഴിഞ്ഞില്ലെന്നും വരാം. നമ്മുടെ കരച്ചിലിൻ്റെ മുമ്പിൽ മറ്റുള്ളവർ നിസ്സഹായരായി നിൽക്കുമ്പോഴും നമ്മുടെ നെടുവീർപ്പ് പോലും ആഴത്തിൽ ഗ്രഹിച്ചറിയുവാനും അതിന് മറുപടി തരുവാനും നമ്മുടെ ദൈവം ശക്തൻ തന്നെയാണ്. ആമേൻ. സഹോദരൻ്റെ വേർപാടിൽ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് മാർത്തയോടും മറിയയോടും കൂടെ കരഞ്ഞുകൊണ്ടിരുന്നവർ വളരെ പേരുണ്ടായിരുന്നു. ആ ഭവനത്തിൻ്റെ ദുഃഖങ്ങളിൽ അനേകർ പങ്കുചേർന്നെങ്കിലും അവിടെ സ്തോത്രം അവരുടെ ആ ദുഃഖം അവരുടെ വിഷയത്തിൻ്റെ അവരുടെ കണ്ണുനീരിൻ്റെ മറുപടി പരിഹാരമായി കൊടുക്കുവാൻ കഴിഞ്ഞത് നമ്മുടെ അരുമനാഥനായ കർത്താവിന് മാത്രം തന്നെയാണ്. തകർന്ന ഹൃദയത്തോടുകൂടെയുള്ള കരച്ചിൽ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നവൻ്റെ കരങ്ങളെ ചലിപ്പിക്കുവാൻ തുടങ്ങും. ആമേൻ, ഹല്ലേലൂയ. ഒരു വ്യക്തി ദൈവം മുമ്പാകെ കരയണമെങ്കിൽ ഒന്നാമതായി താൻ ബലഹീനനാണെന്നും തൻ്റെ കഴിവ് കൊണ്ടും സഹാനുഭൂതിയുള്ള മറ്റു മനുഷ്യരുടെ സഹായം കൊണ്ടും തൻ്റെ കാര്യങ്ങൾ നടക്കുകയില്ല എന്നും സമ്മതിക്കണം. താങ്ങാനാവാത്ത വേദന ഉള്ളിൽ അനുഭവപ്പെടുമ്പോഴും ഹൃദയം തകരുകയും ചെയ്യുമ്പോൾ മാത്രമേ ഒരു വ്യക്തിക്ക് കരയുവാൻ കഴിയുകയുള്ളൂ. എന്തു തന്നെയായാലും ഹൃദയം തകർച്ചയോടും അനുതാപത്തോടും കൂടെ ദൈവസന്നിധിയിൽ കരയുന്നവരുടെ കരച്ചിലിന് ദൈവം മറുപടി കൊടുക്കുക തന്നെ ചെയ്യും. ഇസ്രായേലിൻ്റെ മധുരഗായകനായ ദാവീദ് ദൈവം മുമ്പാകെ എപ്പോഴും കരഞ്ഞിരുന്നു.
പ്രവാചകനായ ഇരമ്യാവ് പല വിഷയങ്ങളെ ഓർത്ത് പലപ്പോഴും ദൈവസന്നിധിയിൽ കരഞ്ഞ മനുഷ്യനാണ്. പ്രവാചകന്മാരിൽ ഇരമ്യാവിനെ ചരിത്രകാരന്മാർ വിളിക്കുന്ന കണ്ണുനീരിൻ്റെ പ്രവാചകൻ എന്നാണ്. ആകയാൽ ദൈവം മാത്രമാണ് നമ്മുടെ കരച്ചിലിൻ്റെ ഉദ്ദേശം തിരിച്ചറിയുന്നത് എന്ന് നമ്മെ സഹായിക്കുവാനും കഴിയുന്നതും ദൈവത്തിന് മാത്രം തന്നെയാണ്. എന്ന തിരിച്ചറിവോടെ മനുഷ്യരുടെ മുമ്പിലല്ല, ദൈവസന്നിധി തന്നെ നമുക്കും കരയാം. ഈ പ്രഭാതം തൻ്റെ ഭർത്താവായ അബ്രഹാമും അദ്ദേഹത്തിൻ്റെ കുടുംബവും ഹാഗാറിനെയും തൻ്റെ മകനെയും നിഷ്കരുണം ഭവനത്തിൽ നിന്നും പുറത്താക്കി കളഞ്ഞു. മരുഭൂമിയിൽ വിശന്നും ദാഹിച്ചും ഒറ്റപ്പെട്ടു പോയ ആ അമ്മയും മകനും തങ്ങളുടെ ജീവനും നിലനിൽപ്പിനും വേണ്ടി ദൈവത്തോട് കരഞ്ഞു. ബാലന്റെ നിലവിളി കേൾക്കുകയും അവർക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുകയും ചെയ്തു ദൈവം. ആമേൻ. പ്രിയ ദൈവവേദിലെ ആരെല്ലാം നമ്മെ തള്ളിക്കളഞ്ഞാലും, ആരെല്ലാം നമ്മെ സ്തോത്രം മറന്നാലും, പരമാർത്ഥതയോടുകൂടി നാം ദൈവസന്നിധിയിൽ നിലവിളിക്കുമെങ്കിൽ ദൈവം നമ്മുടെ കരച്ചിലിൻ്റെ ശബ്ദം കേൾക്കുകയും നമ്മെ വിടുവിക്കുകയും ചെയ്യും. തലമുറകൾ ജനിക്കാത്തത് നിമിത്തം ഹല്ലേലൂയ അനേക ദമ്പതികൾ സ്തോത്രം ദൈവസന്നിധിയിൽ കരയുന്നുണ്ട്. എന്നാൽ അനുതാപത്തോടെ ഹല്ലേലൂയ ചില തീരുമാനങ്ങളോടും നിലവിളിയോടും കൂടെ ദൈവസന്നിധിയിൽ കരയുകയാണെങ്കിൽ നിശ്ചയമായും ഹന്നയെ വിടുവിച്ച ദൈവം, ശൂനംകാരത്തെ വിടുവിച്ച ദൈവം, എൽസബത്തിനെ വിടുവിച്ച ദൈവം തൻ്റെ മക്കളുടെ കണ്ണുനീരിനും മറുപടി നൽകി ആദരിപ്പാനിടയായി. അനേകരുടെ കരച്ചിലിൻ്റെ ശബ്ദം ദൈവം കേട്ട് അവർക്ക് മറുപടി കൊടുത്തതായി വചനത്തിൽ കാണുവാൻ കഴിയും. സമൂഹം ത്യജിച്ച പാപിനിയായ ഒരു സ്ത്രീ യേശുവിൻ്റെ പാദപീഠത്തിലിരുന്ന് ദുഃഖത്തോടെ കരഞ്ഞപ്പോൾ ദൈവം അവരുടെ പാപം ക്ഷമിക്കുകയും സമാധാനിപ്പിക്കുകയും ചെയ്തുവല്ലോ. നെഹമ്യാവും പ്രവാസത്തിലായിരുന്ന ജനങ്ങളും ആലയത്തിൻ്റെ തകർച്ചയെ ഓർത്ത് ഉപവസിച്ചു ദൈവം മുമ്പാകെ കരഞ്ഞപ്പോൾ ദൈവം അവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്തു. ഏകമകൻ നഷ്ടപ്പെട്ട ദുഃഖത്താൽ വിലപിച്ചുകൊണ്ട് നടന്നിരുന്ന വിധവയുടെ നിലവിളിയുടെ മുമ്പിൽ യേശു കർത്താവ് മനസ്സലിന് മരിച്ച മകനെ ഉയർപ്പിച്ചു കൊടുത്തു. യേശു കടന്നു പോകുന്നു എന്നറിഞ്ഞ വ്യർത്ഥമായി സകല പ്രതിസന്ധികളെയും വകവയ്ക്കാതെ കർത്താവിനോട് നിലവിളിച്ചപ്പോൾ യേശു അവന് വേണ്ടി നിൽക്കുകയും അവന് കാഴ്ച കൊടുക്കുകയും ചെയ്തു. അതേ പ്രിയ ദൈവപൈതലേ, കരച്ചിൽ ആര് കരഞ്ഞാലും മറികടന്നു പോകുന്ന ഒരു കർത്താവിനെയല്ല നാം ആരാധിക്കുന്നത്. നമ്മുടെ കരച്ചിൽ ആരും കേൾക്കാതെ മറികടന്നു പോകുമ്പോഴും നമ്മുടെ കരച്ചിൽ കേട്ടിട്ട് മൗനമായിരുന്നാലും നമ്മുടെ ഭാരങ്ങളും നമ്മുടെ കഷ്ടതകളും നമ്മുടെ കടഭാരങ്ങളും നാം നമ്മുടെ ഞെരുക്കങ്ങളുടെ അനുഭവങ്ങളിൽ കൂടെ നാം കടന്നു പോകുമ്പോഴും ആരെല്ലാം സ്തോത്രം നമ്മെ മറന്നാലും നമ്മെ ഓർക്കുവാൻ ശ്രമിക്കാതിരുന്നാലും നമ്മെ ഓർക്കുകയും നമ്മെ കരുതുകയും ചെയ്യുന്ന ഒരു കരം നമുക്കായി ഈ പ്രഭാതം വെളിപ്പെടുവാനിടയാകും. ആകയാൽ സ്തോത്രം ഹാലിൽ നമ്മുടെ കരച്ചിൽ ആരും കേൾക്കാതെ മറികടന്നു പോയാൽ നമ്മുടെ കരച്ചിൽ കേൾക്കുന്ന ഒരു ദൈവം ഉണ്ട്. ഈ പ്രഭാതം നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ യേശു കർത്താവ്. യേശു കരയുവാനിടയാൽ, യേശു കണ്ണുനീർ വാർക്കുവാനിടയാൽ, യേശു വിശപ്പിൽ സ്തോത്രം യേശുവിന് വിശപ്പ് ഉണ്ടായിരുന്നു, യേശുവിന് ഉറക്കക്ഷീണമുണ്ടായിരുന്നു. എല്ലാ നിലകളിലും മനുഷ്യനെ പോലെ കർത്താവ് ഈ ഭൂമിയിൽ കഷ്ടത അനുഭവിച്ചതുകൊണ്ട് കരഞ്ഞതുകൊണ്ട് മറ്റുള്ളവരുടെ കരച്ചിലിനും മറുപടി നൽകാതെ ഇരിക്കുകയില്ല. ഈ പ്രഭാതം പ്രിയ ദൈവവേദിയിലെ നീ ഏതൊക്കെ ഭാരങ്ങളിൽ കൂടെ കടന്നു പോകുന്നു, ഏതെല്ലാം മാനസിക നിരാശകളിൽ കൂടെ കടന്നു പോകുന്നു, ഏതൊക്കെ രോഗ ബലഹീനതയിൽ കൂടെ കടന്നു പോകുന്നു, അവിടെയൊക്കെ ഒരു കരയുവാൻ, ആത്മാർത്ഥമായി ഒന്ന് കരയുവാൻ നീ തയ്യാറാണെങ്കിൽ നിശ്ചയമായി ദൈവം അത്ഭുതം ചെയ്യും. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്നേഹവനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹം ശാന്തമായ നല്ല പ്രഭാതത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതം കർത്താവെ, നീതികേട് പ്രവർത്തിക്കുന്ന ഏവരുമേ എന്നെ വിട്ട് പോകുവിൻ. യഹോവ എൻ്റെ കരച്ചിലിൻ്റെ ശബ്ദം കേട്ടിരിക്കുന്നു. കരച്ചിലിൻ്റെ ശബ്ദം കേൾക്കുന്ന ഒരു ദൈവമുണ്ട്.
നാഥ, അനേകർ കർത്താവെ മരത്തോടും കല്ലിനോടും ആമേൻ സ്തോത്രം ഹല്ലേലൂയ വിഗ്രഹങ്ങളോടുമൊക്കെ നിലവിളിച്ചിട്ട് ആമേൻ ഈ ഭൂമിയിൽ അനവധി ദൈവങ്ങളുണ്ടെന്ന് പറഞ്ഞു കാതുണ്ടായിട്ടും കേൾക്കുവാൻ കഴിയാതെ, കണ്ണുണ്ടായിട്ടും കാണുവാൻ കഴിയാതെ, കൈ ഉണ്ടായിട്ടും സ്പർശിപ്പാൻ കഴിയാതെ, കർത്താവേ സ്തോത്രം കാലുണ്ടായിട്ടും നടക്കുവാൻ കഴിയാത്ത ദൈവങ്ങളെ വിളിച്ചിട്ട് പ്രാർത്ഥനയും കണ്ണുനീരിനും മറുപടി ലഭിക്കാതിരിക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ കരയുന്ന ദൈവമക്കൾക്ക് വേണ്ടി എൻ്റെ സ്വർഗം അത്ഭുതം ചെയ്യുന്നതിനായി സ്തോത്രം. കരച്ചിൽ കേൾക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ലോകം തിരിച്ചറിയുവാൻ തക്കവണ്ണം കർത്താവെ ഇന്ന് പ്രഭാതം അടിയങ്ങളുടെ കരച്ചിലിന് മറുപടി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാരും വാത്സല്യ കുഞ്ഞുങ്ങളെയും അവരുടെ കരച്ചിലിന് മറുപടി ഈ നാളുകളിൽ കാണുവാൻ തക്കവണ്ണം സ്വർഗം കൃപ ചെയ്യും. എല്ലാവിധ നന്മകളാൽ നിറയ്ക്കണം, മഹത്വം എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.